ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് പഠിക്കാനായിട്ട് പോകുന്നത് പ്രോബബിലിറ്റിയെ പറ്റിയാണ്. നിങ്ങൾ പ്രോബബിലിറ്റിയെ പറ്റി കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലുമൊക്കെ ചില സന്ദർഭങ്ങളിൽ, ഏതെങ്കിലുമൊക്കെ സന്ദർഭങ്ങളിൽ നിങ്ങൾ പ്രോബബിലിറ്റിയെ പറ്റി കേൾക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാനോ സാധിച്ചിട്ടുണ്ടോ? ഏ ഇന്ന് നമുക്ക് എന്തായാലും ഈ ചാപ്റ്ററിൽ പ്രോബബിലിറ്റിയെയും അതിനനുബന്ധിച്ച കാര്യങ്ങളെയും കുറിച്ച് പഠിക്കാം. At the end of this lesson, you will be able to explain probability, define terms related to probability, and became able to find probability. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. ഓക്കെ, ഒരു എക്സാമ്പിളിലൂടെ ഇതെന്താണെന്ന് നോക്കാം. നമുക്കാദ്യം സെർട്ടനിറ്റി എന്താണെന്ന് നോക്കാം. സെർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ളതായിരിക്കും. അതായത് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് സെർട്ടൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് 1+1 2 5×10 50 ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെർട്ടൈൻ ആയിട്ട് പറയാൻ പറ്റും. ഇപ്പൊ എന്താണ് അൺസെർട്ടനിറ്റി? ഇങ്ങനെ ഇതുപോലെ സെർട്ടൈൻ ആയിട്ട് പറയാൻ കഴിയാത്ത കാര്യങ്ങളെയാണ് അൺസെർട്ടനിറ്റി എന്ന് പറയുന്നത്. ഈ പ്രോബബിലിറ്റിയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നതും ഇതേപോലെയുള്ള അൺസെർട്ടനിറ്റികളെ കുറിച്ചാണ്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിളിലേക്ക് നോക്കാം. ഒരു കോയിൻ ടോസ് ചെയ്യുകയാണ്. ഒരു കോയിൻ എടുത്ത് ടോസ് ചെയ്താൽ നമുക്ക് അത് താഴെ വീഴുമ്പോൾ ആ കോയിനിന്റെ 2 ഫേസുകളിൽ ഏതെങ്കിലും ഒരു ഫേസ് ആയിരിക്കും കിട്ടുന്നത്. ഒന്നുകിൽ ഹെഡ് ആയിരിക്കും, അല്ലെങ്കിൽ ടെയിൽ ആയിരിക്കും. വേറെ ഏതെങ്കിലും കിട്ടാനായിട്ട് നമുക്ക് ചാൻസ് ഉണ്ടോ? നിങ്ങൾക്കറിയാവോ ഏതൊക്കെ? ഒന്നുകിൽ ഒരു ഹെഡ്, അല്ലെങ്കിൽ ഒരു ടെയില്. ഇതിലേതെങ്കിലുമാണ് എന്തായാലും വരാനായിട്ട് പോകുന്നത്. പക്ഷെ ഇതിലേത് വീഴും എന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇത് നമുക്കൊരു അൺസെർട്ടനിറ്റി ആയിട്ട് പറയാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മൾ ഡൈ ത്രോ ചെയ്യുന്ന കാര്യം. ഒരു ഡൈക്ക് എത്ര ഫേസ് ആണുള്ളത്? 6 ഫേസ് ആണുള്ളത്. നമ്മളത് ത്രോ ചെയ്യുമ്പോൾ നമുക്ക് ആ 6 ഫേസിൽ ഏത് വേണമെങ്കിലും വരാമല്ലോ. ഏതൊക്കെ വരാം? 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം. ഈ 6 നമ്പറിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഈ ഡൈ ത്രോ ചെയ്യുമ്പോൾ ഇതിൽ വരാം. പക്ഷേ അതിലേത് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. ചിലപ്പോൾ 1 ആയിരിക്കും, ചിലപ്പോൾ 2 ആയിരിക്കും, 3 ആയിരിക്കും. ഈ 6 നമ്പറിൽ ഏത് വേണമെങ്കിലും വരാം. പക്ഷെ ഇതല്ലാതെ ഏതെങ്കിലും നമ്പർ വരുമോ? അതുമില്ല. അപ്പൊ ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഒരു അൺസെർട്ടനിറ്റി ആയിട്ട് പറയാൻ സാധിക്കും. ഇനി ഇതിന്റെ സാധ്യതകൾ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഇതിന്റെ പ്രോബബിലിറ്റി നോക്കാം. ഇപ്പോൾ ഡൈ ത്രോ ചെയ്യുന്ന കാര്യം തന്നെ നമ്മൾ എടുത്തു. ഓക്കെ, ഡൈ ത്രോ ചെയ്യുമ്പോൾ എത്ര ഫേസ് ആണ് അതിനുണ്ടെന്ന് പറഞ്ഞത്? 6 ഫേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ 6 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും നമുക്ക് വരാൻ പറ്റും. നമ്മൾ ത്രോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫേസ് ഈ 6 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും. പക്ഷെ ഏതാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അപ്പോൾ ടോട്ടൽ ആകെ നമുക്ക് എത്ര സാധ്യത, പ്രോബബിലിറ്റി ആണുള്ളത്, അല്ലെങ്കിൽ പോസിബിലിറ്റീസ് ആണുള്ളത് കിട്ടാനായിട്ട്? ഈ 6 എണ്ണമാണ്. അതിൽ
ഏതെങ്കിലും ഒരെണ്ണമല്ലേ ഇതിലേതെങ്കിലും ആയിട്ട് വരൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഓരോ നമ്പരും കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/6 എന്ന് പറയാൻ പറ്റും. ഒരു ഡൈ ത്രോ ചെയ്യുന്ന കാര്യത്തിൽ ഏതെങ്കിലും ഒരു നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയെന്ന് ചോദിച്ചാൽ നമുക്ക് എത്രയെന്ന് പറയാം? 1/6 എന്ന് പറയാം. അപ്പം അതുപോലെ കോയിനിൻ്റെ കാര്യത്തിലാണെങ്കിലോ, കോയിനകത്ത് എത്ര ഫേസ് ആണുള്ളത്? 2 ഫേസ് ആണുള്ളത്. ഒന്നെങ്കിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ. അപ്പോൾ കിട്ടുന്ന ആൻസറും ഒന്നുകിൽ ഹെഡ് ആയിരിക്കും അല്ലെങ്കിൽ ടെയിൽ ആയിരിക്കും. നമുക്ക് അതിൻ്റെ പ്രോബബിലിറ്റി എങ്ങനെ എഴുതാൻ പറ്റും? ആകെയുള്ള പോസിബിലിറ്റീസ് ഏതാണ്? ഹെഡും ടെയിലും. അതെത്ര? 2. അതിൽ ഹെഡ് കിട്ടാനുള്ള പോസിബിലിറ്റി എത്ര? 1. ടെയിൽ കിട്ടാനുള്ളതാണെങ്കിലോ അത് എത്ര തന്നെ നമുക്ക് കിട്ടും? 1/2 എന്ന് തന്നെ കിട്ടും. ഓക്കെ. അപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുന്ന എക്സ്പെരിമെന്റിൽ നമുക്ക് ഒരു ഹെഡ് അല്ലെങ്കിൽ ഒരു ടെയില് കിട്ടാനുള്ള പോസിബിലിറ്റി എത്രയാണെന്ന് പറയാം? രണ്ടിടത്തും 1/2 വീതമാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഡൈയുടെ കാര്യത്തിലാണെങ്കിലോ, ഡൈയുടെ കാര്യത്തിൽ 1/6. ഓക്കെ. ഇനി കാർഡിന്റെ കാര്യത്തിലാണെങ്കിലോ, ഒരു ഡെക്കിനകത്ത് എത്ര കാർഡാണുള്ളതെന്ന് നിങ്ങൾക്കറിയാവോ? അതെ, 52 കാർഡാണുള്ളത്. ഞാൻ അതിൽ നിന്ന് ഒരു കാർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏസിന്റെ ഹാർട്ട് ആവാനുള്ള പോസിബിലിറ്റി അല്ലെങ്കിൽ പ്രോബിലിറ്റി എത്രയാണെന്ന് പറയാൻ പറ്റുമോ? ഈ 52 കാർഡിൽ ഏസ് ഹാർട്ടിലുള്ള എയ്റ്റ്സ് എത്ര എണ്ണമാണുള്ളത്? ആകെ ഒരെണ്ണമല്ലേ ഉള്ളൂ. അപ്പോൾ ഈ 52-ൽ എനിക്കത് കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 1 ആണ്. അപ്പോൾ എനിക്കതിനെ എങ്ങനെ എഴുതാം? 1/52 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ. ഇനി പ്രോബബിലിറ്റി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഒരു ഇവന്റ് ആണെങ്കിൽ ഇവന്റ് എന്താണെന്ന് അറിയാമോ? അതായത് നമുക്ക് ഇത് കിട്ടാനുള്ള സാധ്യത, അതായത് ഇപ്പൊ ഹെഡ് കിട്ടാനുള്ള സാധ്യത, അല്ലെങ്കിൽ ടെയിൽ കിട്ടാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഡൈ ത്രോ ചെയ്യുമ്പോൾ 6 കിട്ടാനുള്ള പ്രോബബിലിറ്റി, അങ്ങനെ എന്തോ ആയിക്കോട്ടെ, ഇതിനെയാണ് നമ്മൾ ഇവന്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ് എന്ന് പറയുന്നത് എന്താണ്? Probability of an event. Probability of an event is equal to number of favorable outcomes divided by total number of possible outcomes. ഓക്കെ. ഈ ഒരു റേഷ്യോവിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രോബബിലിറ്റി. ഓക്കെ. ഇനി പ്രോബബിലിറ്റി എപ്പോഴും 0-ക്കും 1-നും ഇടയ്ക്കായിരിക്കും. 0-നെക്കാട്ടി വലുതുമായിരിക്കും, 1-നെക്കാട്ടി ചെറുതുമായിരിക്കും. ചിലപ്പോൾ 0 ആയിരിക്കും, 1 ആയിരിക്കും. എന്തായാലും ഒരിക്കലും ഇത് 0-നെക്കാട്ടി ചെറുതോ 1-നെക്കാട്ടി വലുതോ ഒരിക്കലും ആവില്ല. ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഈ ഒരു സർക്കിളിൽ 1 മുതൽ 10 വരെയുള്ള നമ്പറുകളുണ്ട്. 1 മുതൽ 10 വരെയുള്ള. അപ്പൊ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ? ഈ 10 എണ്ണത്തിൽ ഓഡ് നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയെന്നാണ് നോക്കാനുള്ളത്. അപ്പോൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. എന്തായിരുന്നു? നമ്പർ ഓഫ് വേസ് ഇറ്റ് ക്യാൻ ബി ഹാപ്പൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എത്രയാണ്? എത്ര നമ്പറാണ് നമ്മൾ കൈവശമുള്ളത്? 10. അപ്പോൾ താഴെ എത്ര വരും? ഒന്ന് എഴുതി നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് 10. അതിൽ എത്ര എണ്ണമാണ് ഓഡ് നമ്പർ? 5. ആരൊക്കെ? 1, 3, 5, 7, 9. അപ്പോൾ പ്രോബബിലിറ്റി എത്ര കിട്ടും? 5/10. ഇതിനെ ചെറുതാക്കിയാലോ എത്ര കിട്ടും? 1/2 എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആണ്? 50%. ഓക്കെ. അപ്പോൾ ഓഡ് നമ്പർ കണ്ടുപിടിക്കുക, ഈവൻ നമ്പറാണ് കണ്ടുപിടിക്കേണ്ടിയിരുന്നെങ്കിലോ അത് എത്ര തന്നെ കിട്ടും?
5/10 അല്ലെങ്കിൽ 1/2 തന്നെ നമുക്ക് അവിടെയും കിട്ടും. ഇനി പ്രോബബിലിറ്റി ഡസ് നോട്ട് ടെൽ us എക്സാക്ട്ലി വാട്ട് വിൽ ഹാപ്പൻ. എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരിക്കലും പ്രോബബിലിറ്റിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളതെന്ന് പ്രോബബിലിറ്റി വഴി നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.